ഹായ് ഗുഡ് ഈവനിങ് ഓൾ റൈറ്റ്. സോ ഇന്നാണ് നമ്മളുടെ ഓറിയന്റേഷൻ സെഷന്റെ ഫസ്റ്റ് സെഷൻ നടക്കാൻ പോകുന്നത്. ഓറിയന്റേഷൻ സെഷൻ എന്ന് പറയുമ്പോൾ ഓവറോൾ നമുക്കൊരു 8 സെഷൻസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അത് മാൻഡേറ്ററി ആയിട്ട് എല്ലാവരും അറ്റൻഡ് ചെയ്യാം. അതിന് മുൻപായിട്ട് നമുക്ക് ഫസ്റ്റ് സെഷൻ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്, സേ ഹെല്ലോ ടു. അതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഐ ഹോപ്പ് ഓൾ ഓഫ് യു ആർ റെഡി. ആൻഡ് സോ ഒഫീഷ്യലി വെൽക്കം ടു ലേൺ വൈസ്. ആൻഡ് ഇന്ന് നമ്മളെ ടീമിൽ കുറച്ച് പേരും കൂടെ ഉണ്ട് നിങ്ങളെ വെൽക്കം ചെയ്യാനായിട്ട്. ഇന്ന് നിങ്ങൾക്ക് ബ്രീഫ് ആയിട്ട് നിങ്ങളുടെ ബാച്ച്മേറ്റ്സിനും എല്ലാവരും പരിചയപ്പെടാനുള്ള ഒരു ചാൻസ് ആണ് കിട്ടുന്നത്. എന്നെ അറിയോന്ന് അറിയില്ല. എന്റെ പേര് കാവ്യ എന്നാണ്. കുറച്ച് പേർക്ക് അറിയായിരിക്കുമല്ലോ, എന്റെ സ്റ്റുഡൻസിന് അറിയായിരിക്കും. എന്റെ പേര് കാവ്യ എന്നാണ്. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ മെന്റർ ആണ് ആൻഡ് ഫാക്കൽറ്റി മെമ്പർ ആണ്. എന്റെ കൂടെ ഇവിടെ ആതിര മാം ഉണ്ട്. ആതിര മാം ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലാണ്. ഇന്ന് എന്റെ കൂടെ ഹോസ്റ്റ് ചെയ്യാനായിട്ട് ആതിര മാം ഉണ്ട്, അല്ലേ മാം? യെസ്, അതെ. അപ്പൊ കാവ്യ മാമിന്റെയും അതുപോലെ തന്നെ വിശാൽ മാമിന്റെയും സ്റ്റുഡൻസിനെ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. എല്ലാവരും ഒന്ന് ക്യാമ ഓൺ ആക്കുക. കാരണം നിങ്ങളൊക്കെ ഇനി ഒരുമിച്ച് കാണാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും വീണ്ടും കാണാന്ന് പറഞ്ഞ. അപ്പൊ എല്ലാവരും ഒന്ന് കാണാലോ. എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് എല്ലാവരെയും പരിചയപ്പെട്ട് നല്ല എൻജോയ് ചെയ്തിട്ട് ഈ ഒരു ടൈം നമുക്ക് എല്ലാവരെയും അറിയാനും ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ യാത്ര എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഇന്ന് ഏകദേശം നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടും, അല്ലെ മാം? ഇവരുടെ സ്റ്റഡീസ് ഒക്കെ ഇനി എങ്ങനെ പോകും, എല്ലാവരെയും കുറിച്ചൊക്കെ ഒന്ന് അറിയാൻ പറ്റും. ഓക്കെ, ഡെഫിനറ്റ്ലി. അപ്പൊ എല്ലാവരും പിന്നെയും പറയാണ്, എല്ലാവരും ഒന്ന് ക്യാമറ ഓൺ ചെയ്യാട്ടോ. ഓണാക്കുന്നുണ്ട്. നമ്മളെ ഇനി കാണാന്ന് പറഞ്ഞ പ്രത്യേകിച്ച് ഇപ്പൊ കാവ്യ മാം വിഷയങ്ങളൊക്കെ കാണുമായിരിക്കും. പക്ഷെ എനിക്കൊക്കെ നിങ്ങളെ കാണാൻ കിട്ടുക ഇങ്ങനെ വളരെ റെയർ ആയിട്ടല്ലേ. എല്ലാവരും ഓണാക്കുന്നുണ്ട് മാം. ഓക്കെ, ഓൾ റൈറ്റ്. സോ നമുക്ക് ഇവിടെ വേറെ 2 മെന്റേഴ്സ് കൂടെ ഉണ്ട് നമ്മളുടെ കൂടെ. ഒന്ന് സുനീറ മാം സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്, ആൻഡ് ഹിബ മാം ഉണ്ട് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്. അപ്പം എല്ലാവരെയും അതേപോലെ തന്നെ MA ഇംഗ്ലീഷ് January 24 ബാച്ചിൽ ജോയിൻ ചെയ്ത എല്ലാ സ്റ്റുഡൻസിനും ഞാൻ ഒഫീഷ്യലി വെൽക്കം ചെയ്യാണ്. അപ്പൊ നമുക്ക് തുടങ്ങല്ലേ? പരിപാടികൾ ആരംഭിക്കട്ടെ അല്ലേ? ഒരു തംസ് അപ്പോ അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്തിട്ട് ഒരു വോയിസോ എന്തെങ്കിലുമൊക്കെ പോരട്ടെ. ഓൾ റൈറ്റ്. സോ ഇന്ന് നമുക്ക് ബേസിക്കലി ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പൊ എന്നെയും ആതിര മാമിനെയും ഒക്കെ നിങ്ങൾ പരിചയപ്പെട്ടു. നമുക്ക് ഇവിടെ സ്ക്രീനിൽ പേരെ പരിചയപ്പെടാം, റൈറ്റ്? അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാല് MA ചെയ്തവരൊക്കെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഇംഗ്ലീഷ് ഒക്കെ അറിയുന്ന ആൾക്കാരെ, ഇംഗ്ലീഷ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ബേസിക് ഡിഗ്രി കഴിഞ്ഞിട്ട് PGക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻട്രൊഡക്ഷന്റെ ഒരു ട്വിസ്റ്റ് ആണ്. ഇൻട്രൊഡക്ഷനില് ട്വിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പ്രൊവേർബ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഒരു ഫ്രേസ് അല്ലെങ്കിൽ ഒരു ഇഡിയം വെച്ചിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ആ ഒരു ഇഡിയം അല്ലെങ്കിൽ ഫ്രേസ് പറയാം. അതിനുശേഷം നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നിങ്ങളുടെ പേര് എവിടെയാണ്, നിങ്ങളുടെ സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ക്ലിയർ ആയോ എല്ലാവർക്കും? ഒരു റിയാക്ഷൻ തരുമോ? എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കും മാമിന്. ഓക്കെ പറഞ്ഞുതരാം. സോ ഓൾ ഈസ് വെൽ എന്നുള്ള ഫ്രേസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഉള്ളത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നമുക്ക് എന്ത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും നമ്മളുടെ മൈൻഡിൽ എന്തായിരിക്കണം? എവറിത്തിങ് വിൽ ബി ഫൈൻ. നമ്മൾ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. എന്തെങ്കിലും വന്ന് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സ്ട്രെസ് എടുക്കാനോ പാനിക് ചെയ്യാനോ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെക്കൊണ്ട് ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ? ഇല്ല, റൈറ്റ്? അപ്പൊ ആർക്കും ഒരു ഉപകാരം ഉണ്ടാവുന്നില്ല. അപ്പൊ ഉപകാര കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കണ്ടല്ലോ, അല്ലെ? അപ്പൊ എല്ലാം വെൽന്ന് എപ്പോഴും മൈൻഡിൽ ചിന്തിക്കാം. അപ്പൊ അതാണ് എന്റെ ഫ്രേസ്. എന്റെ പേരാണ് യെസ്. ആൻഡ് ഞാന് ലേൺ വൈസിലെ മെന്റർ കം ഫാക്കൽറ്റി മെമ്പർ ആണ്. അപ്പൊ ഇതായിരുന്നു എന്റെ ഇൻട്രൊഡക്ഷൻ. ഇനി ഞാൻ കുറച്ച് പേരെ വിളിക്കാം ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. എല്ലാവരും റെഡി ആണോ? റെഡി മാം. യെസ് അശ്വിൻ. ഓക്കെ, we'll start with Ashwin, right? Okay ma'am. Okay, Ashwin, introduce yourself. അതെ, പ്രൊവേർബ് പറഞ്ഞിട്ടാണ് കേട്ടോ. Rome was not built. Okay, very good. എന്റെ പേര് അശ്വിൻ. ഞാൻ മാത്തമാറ്റിക്സ് പഠിച്ചത്. ഞാനിപ്പോ ആക്സിസ് ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജർ ആണ്. ഇപ്പൊ ട്രെയിനിങ് പീരീഡിലാണ്. Okay, great.
ഓൾറൈറ്റ്. ഇനി നെക്സ്റ്റ് ആരാണ് പറയാൻ പോകുന്നത്? ഞാൻ പറയാം മാഡം. ഓക്കെ, യെസ് അൽഫോൺസ. All glitters are not gold. ഓക്കെ, ഗ്രേറ്റ്. യെസ്, പറഞ്ഞോളൂ. എൻ്റെ പേര് അൽഫോൻസ എന്നാണ്. ഞാനിപ്പം ബീഹാറിലാണ്. എൻ്റെ നാട്ടില് ഞാൻ കണ്ണൂരാ, ഇപ്പം ബീഹാറില്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആരെയാണ് വിളിക്കാം? നമുക്ക് ഇവരെ രണ്ടുപേരെയും ആദ്യം ഒന്ന് കൺഗ്രാചുലേറ്റ് ചെയ്യാം. വോളണ്ടിയർലി ഇവര് വന്നതല്ലേ മാം? അതെ, റൈറ്റ്. ആതിര മാം, ഒരു കാര്യം കൂടെ ഉണ്ട്. ഇന്ന് ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് ആണ് രണ്ടുപേരും. ഓ, വെരി ഗുഡ്. ഓക്കെ, അപ്പോ വേറെ ആരെങ്കിലും ഒക്കെ വരൂ? കണ്ടോ, ഇവർ രണ്ടുപേരും ഇന്ന് ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. ആ സ്റ്റേജിൽ തന്നെ നമ്മുടെ ഓക്കെ, ഇനി നെക്സ്റ്റ് ആരെങ്കിലും വോളണ്ടിയർ ആയിട്ട് പറയാനുണ്ടോ? Yes, I am. I can say very good evening to all. All small things can do with great purpose. I Your am name? Marina Matthew. Completed my B.Ed. Just today I have joined this MA course. I am happy to hear all of you. Thank you. Have a good evening to all. Great. Thank you, Marina. Thank you so much for coming forward. And next ആരാണ് വരുന്നത്? Okay, I will do it. Okay, all right. Good evening. Better late than never. ഇതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. I am Madhu from Trichur. I am a businessman. I have completed my degree in years back in 1988. And after that, I have started my business. I am still running the business, and now I am thinking of joining for MA and just joined. Thank you. Great. Very good. So it's like what we say. ഒരു proverb ഉണ്ടായിരുന്നല്ലോ, ഞാനും മറന്നു തോന്നുന്നു. Okay, anyways. Better than late. Yeah, better late than never. Yeah, അതാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞ പ്രോബബ് അതാണ്. അതെ, റൈറ്റ്. സേഫ്. വെരി ഗുഡ്. ഓക്കെ, ഓൾ റൈറ്റ്. സോ നെക്സ്റ്റ് ആരാണ്? ഇനി ആരെങ്കിലും ഉണ്ടോ? ആരും ഇല്ലേ? ചെറിയൊരു ബ്രേക്ക് വേണോ എല്ലാവർക്കും? നമുക്ക് ഇവരെ ഒന്ന് റിലാക്സ്ഡ് ആക്കിയാലോ? അതെ, ടെൻഷൻ ഒക്കെ മാറ്റാൻ വേണ്ടിട്ട് ഒരു അക്കാദമിക് കറക്റ്റ് ആ ഒരു സിറ്റിംഗ്സിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഒരു പേനയും ബുക്കും കിട്ടിയാൽ പഠിച്ചു തുടങ്ങാന്നുള്ള ഒരു സെറ്റപ്പിലാണ് തോന്നുന്നത് ഇവരിയ്ക്കുന്നത്. പക്ഷെ നമ്മൾ ഇവരെ അത്ര നേരിട്ട് വലിയ ടെൻഷനിലോട്ടൊന്നും കൊണ്ടെത്തിക്കണ്ട അല്ലെ? അതെ, റൈറ്റ്. ഒരു ഗെയിം കളിപ്പിച്ചാലോ? റെഡി ആണോ നിങ്ങൾ എല്ലാവരും? റെഡി ആണെങ്കിൽ ക്യാമൊക്കെ ഒന്ന് ഓൺ ആക്കിയിട്ട് സെറ്റ് ആയിട്ടിരിക്കും. നമുക്കൊരു യെസ് വേണോ? സ്പിരിറ്റൊക്കെ ഉള്ള ആളുകളുണ്ട്. ഇത് കണ്ടിട്ട് എല്ലാവരും വരട്ടെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നമ്മൾ കുറച്ച് എന്ത് തരും? പിക്ചേഴ്സ് തരും. അതിനെ കണക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? ഫിലിമിന്റെ പേര് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, എല്ലാം മലയാളം മൂവീസ് ആണ്. മലയാളം മൂവീസ് ആണ്. ഇപ്പൊ കുറെ നാളെ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആയിരുന്ന ആളുകളാണെങ്കിൽ ഇതുപോലെ കുറെ കണ്ടുമെടുത്തിട്ടൊക്കെ ഉണ്ടായിരിക്കും നിങ്ങള്. എന്നാലും ജസ്റ്റ് ആസ് എ ഫൺ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലെ? ഓക്കെ, ആരൊക്കെയാണ് കൂടുതൽ സിനിമയൊക്കെ കാണുക, അതുപോലെ തന്നെ ഭയങ്കര ഇതായിട്ട് ചിന്തിച്ച് ലോജിക്കലായിട്ട് ഉത്തരം പറയാന്നൊക്കെ നോക്കട്ടെ. അല്ല, നമ്മളത് ജസ്റ്റ് നിങ്ങൾക്ക് പറയാൻ വേണ്ടിട്ടേ ആക്ഷൻസ്, അത് നമ്മൾ ജസ്റ്റ് എല്ലാവരും റെഡിയാണ് മാം. നെക്സ്റ്റ് സ്ലൈഡ് കാണിച്ചോളൂ. മനസ്സിലായി? ഓക്കെ, ഇതൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഒരു മുത്തശ്ശി കഥ. ഒരു മുത്തശ്ശി കഥ. ഓക്കെ, മധുവാണെന്ന് തോന്നുന്നു അല്ലെ ഫസ്റ്റ് പറഞ്ഞത്? അതെ. ഓക്കെ, വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് നോക്കാം. ശരിയാണ് കേട്ടോ, റൈറ്റ് ആൻസർ ആണ്. ഇനി നെക്സ്റ്റ് നോക്കാം. ഇരുവട്ടം മണവാട്ടി. ഓ യെസ്, ഇരുവട്ടം മണവാട്ടി. കറക്റ്റ് ആണോ നമുക്ക് നോക്കാം കേട്ടോ. യെസ്, കറക്റ്റ് ആണ്. കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ്. ഇനി പറയാത്തവരൊക്കെ ഗസ് ചെയ്യാൻ ശ്രമിക്കാം. സിമ്പിൾ ആയി പോയില്ലേ? ഇവർക്ക് ഇത്രയൊക്കെ ആൻസേഴ്സ് കിട്ടുന്ന ആളുകൾക്ക് ഹണിബി ഭയങ്കര സിമ്പിൾ ആയി പോയി തോന്നുന്നു. നമ്മള് ചെയ്തത് കുറച്ച് ഈസി ടാസ്ക് ആയി പോയോ? ഈസി ആയി പോയി. ഇവരെല്ലാം ഫിലിം കാണുന്നവരാണ്. അല്ല കേൾക്കുന്നേ ഉള്ളൂ.
ആണോ? ഓക്കെ ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കാം. ഇതുവരെ പറയാത്തവരൊക്കെ ഒന്ന് ഗസ് ചെയ്യാൻ ട്രൈ ചെയ്യാം. ടാക്സി. ഷീ ടാക്സി. ഓക്കെ, ഗ്രേറ്റ്. ഷീ ടാക്സി, റൈറ്റ്? ഫിലിപ്സ് ആൻഡ് ദ മങ്കി പെൻ. യെസ്, റൈറ്റ് റൈറ്റ്. ഒരാള് തന്നെ പറയണമെന്നില്ല കേട്ടോ, ബാക്കിയുള്ളവർക്കൊക്കെ പറയാം. Try ചെയ്യാം. Okay. പോരട്ടെ? ഓക്കെ, റൈറ്റ് ആൻസർ ആണ് ഫിലിപ്സ് ആൻഡ് ദ മങ്കി പെൻ, റൈറ്റ്? ഓക്കെ, നെക്സ്റ്റ്. ഗദാമ. അതെ. ഗദ്ദാമ. ഗദ്ദാമ. താഴെ. ശോ. സിമ്പിൾ ആയിട്ട് ഐക്കോണിക് ഫിലിം അല്ലേ? അതെ. ഓക്കെ, മലയാളികളുടെ ഫേവറേറ്റ് ഫിലിം ആണ് അല്ലേ? വളരെയധികം റിപ്പീറ്റഡ് വാല്യൂ ആണ്. റൈറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ. ഇവര് ഇത് എല്ലാ സിനിമയും കാണുന്നുണ്ട്. ശരിയല്ല, ഇത് എന്താ ഇവര് സമയമൊന്നും എടുക്കുന്നില്ല മാം. ഓക്കെ, എന്തായാലും ഇത് അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ സ്ലൈഡ്സ് ഉണ്ടാക്കായിരുന്നു അല്ലെ? പാടാക്കായിരുന്നു. ഓക്കെ, ഓൾ റൈറ്റ്. സോ നെക്സ്റ്റ് ആണ്. നെക്സ്റ്റ് നോക്കാം, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, കിളിച്ചുണ്ടൻ മാമ്പഴം. അഗൈൻ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോമഡി മൂവിയാണ്, റൈറ്റ്? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. പുലിവാൽ കല്യാണം. പുലിവാൽ കല്യാണം. ഓക്കെ, കണ്ടിട്ടുണ്ടോ ഫിലിം എല്ലാവരും? യെസ്. ഇല്ല. നനഞ്ഞു പോയില്ലേ? ഇല്ലാത്തവർക്ക് ഇനി ഒരു 3-4 ആഴ്ചത്തേക്ക് കാണാനുള്ള ഫിലിംസ് ഇതിലുണ്ട് കേട്ടോ. അതെ. ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. കൊമ്പത്ത്. യെസ്, വെരി സിമ്പിൾ ആയിട്ടുള്ളത് അല്ലെ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ്. ഉറങ്ങാത്ത വീട്. ഓക്കെ, ഓൾ റൈറ്റ്. ഇനി നെക്സ്റ്റ്. വെൽക്കം ടു സെൻട്രൽ ജയിൽ. വെൽക്കം ടു സെൻട്രൽ ജയിൽ, റൈറ്റ്? പഞ്ചാബി ഹൗസ്. സിമ്പിൾ ആയിരുന്നു അല്ലെ? വളരെ സിമ്പിൾ ആയിരുന്നു. അതെ. ഓക്കെ, നെക്സ്റ്റ്. മേഘസന്ദേശം. ഇവരെല്ലാം സിനിമ കാണുന്നുണ്ട് മാം. ഉറപ്പാണോ? സത്യം. സത്യം. ഉറപ്പാണ്. ഓക്കെ ഓക്കെ, മേഘസന്ദേശം പേടിച്ചിട്ടുണ്ടോ ഇത് കണ്ടിട്ട് ആരെങ്കിലും? പലത്തോട് ഞാൻ നാലാമത്തെ വീട്. ഫോൺസ ആൻഡ് അശ്വിൻ മധു, ഇവര് എല്ലാ ഫിലിംസും കാണുന്നുണ്ട് കേട്ടോ. എന്തൂസിയാസ്റ്റ് ആണല്ലേ? ഓക്കെ ഓക്കെ, ഇത് ടഫായിരിക്കും. ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ഇത്ര ഈസി പറഞ്ഞതല്ലേ, ഒന്ന് ട്രൈ ചെയ്യൂ. പൂമുഖപ്പടിയിൽ നിന്നെയും കാത്തു. പൂമുഖപ്പടിയിൽ. അയ്യോ ആതിര മാം, ഇത് നമ്മളിത് കിട്ടി വിചാരിച്ചതാണ് ആക്ച്വലി. ഓഹോ, അപ്പൊ ഇവര് ആക്ച്വലി എല്ലാ ഫിലിംസും കാണുന്നു അല്ലേ? അതെ അതെ, ഇതെങ്കിലും ഒന്ന് ട്രിക്കി ആയിരിക്കും എന്നാണ് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. സാരമില്ല, പോട്ടെ, നമുക്ക് അടുത്ത ഓക്കെ, സ്ലൈഡ് തീർന്നു. ഇനി നെക്സ്റ്റ് തവണ കുറച്ചുകൂടെ സ്ലൈഡ്സ് ഉണ്ടാക്കി വരാം. കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് എടുത്തു വരാം അല്ലെ? നമ്മൾ ഇവര് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു പോയി. അതെ 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 അതെ, റൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെറ്റ്. ഇതുവരെ പരിചയപ്പെടാത്തവരൊക്കെ ഒന്ന് ഫ്രീ ആയി, ടെൻഷനൊക്കെ മാറി ഒന്ന് ഫ്രീ ആയി മനസ്സിലാക്കിയല്ലോ നമ്മുടെ പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രീ ആയിട്ട് വന്നോളൂ. ഓക്കെ, ഇനി നമ്മൾ ഗെസ് ദ മൂവി കണ്ടതുകൊണ്ട് തന്നെ ഇനി നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻസിൽ ഒരു ചേഞ്ച് ഉണ്ട്. എങ്ങനെയാണ് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ ആതിര മാം? അതെ അതെ, ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? നമുക്ക് ഇനി ഇവരുടെ ഇൻട്രൊഡക്ഷൻ ഇങ്ങനെ പറയുന്നവരൊക്കെ ഇനിയിപ്പം ഓൾറെഡി ഇവര് സെറ്റ് ചെയ്ത് വെച്ചിട്ട് മനസ്സിൽ ഞാൻ ഇത് പറയണമെന്ന് വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ അല്ലേ? ഇറ്റ്സ് ഓക്കെ. പ്രൊവർബ് പറയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പ്രൊവർബ് പറയാം. അതല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട മൂവിയുള്ള ഒരു ക്യാരക്ടറിന്റെ നെയിം പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. റിസംബ്ലൻസ് ഞാനായിരുന്നു അത് എന്നൊക്കെ തോന്നുന്ന ഒരു മൂവി ഉണ്ടാവുമല്ലോ, കണ്ടിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് എന്താ പറയാ, എന്നെയാണോ അതിൽ കാണിച്ചതെന്നൊക്കെ തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഒരു മൂവി ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാം കേട്ടോ. അതെ, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ പറഞ്ഞിട്ട് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, പരിചയപ്പെടാനാണ്, ജസ്റ്റ് നിങ്ങൾ ബാച്ച്മേറ്റ്സിന് നിങ്ങളെ ഒന്ന് അറിയാനായിട്ടാണ് കേട്ടോ. ഓക്കെ ഓക്കെ മാം, എന്റെ പേര് ദിവ്യ ചന്ദ്രൻ. ഞാൻ കൊല്ലത്ത് നിന്നാണ്. ആക്ച്വലി ഞാനൊരു പ്രൈമറി സ്കൂൾ ടീച്ചറാണ്.
ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിപ്പിക്കുകയാണ്. അപ്പോ എനിക്ക് ഞാനിപ്പോ പി ജി ഞാൻ ചെയ്തിരുന്നു. കേരള യൂണിവേഴ്സിറ്റിയിലായിരുന്നു ഫസ്റ്റ്. പക്ഷെ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് പേഴ്സണൽ റീസൺസ് കൊണ്ട്. ഇപ്പൊ ഞാൻ വീണ്ടും അത് ഒന്നുകൂടി ചെയ്യാം എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് ഞാൻ ഇതിൽ എത്തിപ്പെടുന്നത്, ലേൺ വൈസിൽ. ഓക്കെ, ഗ്രേറ്റ്, അടിപൊളി. അപ്പം വിചാരിക്കാണെന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നമ്മൾ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും അല്ലേ? അതെ അതെ അതെ, ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം. ഓക്കെ അതെ, ഉണ്ട് മാം, കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, ഗ്രേറ്റ്, വെരി ഗുഡ്. ഇനി നമ്മൾ ആരെയാണ് വിളിക്കാം? അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഗെയിമിലേക്ക് പോവാം. മാം എനിക്ക് തോന്നുന്നു ഒരു ഗെയിമും കൂടി കളിച്ചാൽ അവർ കുറച്ചും ഒരു കൂടി ഗെയിമും കൂടെ വേണ്ടി വരും. ഐസ് ഒന്ന് ബ്രേക്ക് ചെയ്യാം നമുക്ക്. ഓക്കെ അതെ അതെ, റൈറ്റ് റൈറ്റ് റൈറ്റ്. ഓക്കെ, അപ്പൊ ഞാൻ ഷെയർ ചെയ്യാം മാം. ഓക്കെ ഓക്കെ, ഓൾ റൈറ്റ്. അപ്പൊ ഒരു നെക്സ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ഗെയിം ആയിട്ട് നിങ്ങൾക്ക് നോക്കാം നമുക്ക് എന്താണ് ഗെയിം എന്നല്ലേ. ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. ചിത്രത്തിലുള്ള അല്ല, ഇത് മൂവി അല്ല മാം. ഗെയിം എന്താന്ന് പറയൂ. ഇത് മൂവി അല്ല, ഇത് നിങ്ങൾക്ക് ഒരു ഡിറ്റക്റ്റീവ് ഗെയിം ആണ്. എന്താണ് ഡിറ്റക്റ്റീവ് ഗെയിം? സൂക്ഷിച്ച് നമുക്കൊന്ന് നോക്കിയിട്ട് പഴയ അവര് പണ്ട് വായിച്ചിരുന്ന ബാലരമയും ബാലഭൂമിയും കളിക്കുടിക്കൊക്കെ ഒന്ന് റീകളക്ട് ചെയ്യിക്കുക അല്ലെ. ഇവരുടെ അതെ 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 ചൈൽഡിനെ നമുക്ക് അങ്ങ് ഉണർത്താം. പണ്ട് നിങ്ങൾ അതെ അതെ. ഡിഫറൻസസ് നോക്കിയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നോ? രണ്ട് ടീച്ചേഴ്സ് തമ്മിലുള്ള ബാലരമയും ബാലഭൂമിയൊക്കെ വായിച്ചിട്ട് അത് ഒന്നും കൂടി കളിക്കാം, ഒന്നും കൂടി കുട്ടിയാവാ അല്ലെ. റെഡിയാണോ? നല്ലത്. കുട്ടിയാവുന്നതാണ് നല്ലത്. എപ്പോഴും ആയിരിക്കാൻ പറ്റില്ലല്ലോ, കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ വന്നു പോയില്ലേ. അപ്പൊ നിങ്ങളെ കുറച്ചു നേരം നിങ്ങളുടെ ആഗ്രഹം നടത്തി തരാം. നമുക്ക് വീണ്ടും ഇവരുടെ ചൈൽഡ്ഹുഡിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, സോ ആണ് ഇതാണ് നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻസ് കേട്ടോ. ചിത്രം കുറച്ചു നേരം നിങ്ങൾക്ക് കാണിച്ചു തരും. ഒരു 5 to 10 എന്താ പറയാ, ഒരുപാട് ടൈം എടുക്കണ്ട, കുറച്ചൊരു നേരം അല്ലെ, കുറച്ച് ഐഡന്റിഫൈ മിനിറ്റ്സ്. ചെയ്യുമ്പോ തന്നെ പറയാൻ പറ്റുമോ അതോ പിന്നീടാണ് പറയുന്നത്? ഐഡന്റിഫൈ ചെയ്തിട്ട് പറയാട്ടോ. ആദ്യം ഐഡന്റിഫൈ ചെയ്തിട്ട് നിങ്ങളുടെ മൈൻഡിൽ വെക്കട്ടെ, എന്നിട്ട് നമ്മൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോന്നായിട്ട് പറഞ്ഞാൽ മതി. നിങ്ങൾ കിട്ടുന്നവര് ഹാൻഡ് റൈസ് ചെയ്യൂ, എന്നിട്ട് അവരോട് ചോദിക്കാട്ടോ നമ്മള്. ഓക്കെ ഓക്കെ ഓക്കെ, ഓൾ റൈറ്റ്. അപ്പൊ 5 to 10 ഡിഫറൻസസ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അത് നിങ്ങൾ മനസ്സിൽ കണ്ടിട്ട് വേണം ശ്രദ്ധിക്കാനായിട്ട്. പോവാ അല്ലെ? പിക്ചറിലോട്ട് പോവാം. ഈ മ്യൂസിക് പറയണേ. ഹാൻഡ് റൈസ് ചെയ്തോളൂ കേട്ടോ. പറഞ്ഞോളൂ. എത്ര എണ്ണം? 2 കിട്ടിയുള്ളൂ. 2 കിട്ടിയുള്ളൂ. ഒന്ന് വേഗം നോക്കിയൊക്കെ ഒന്നും കൂടി. 4. 5 കിട്ടി എനിക്ക്. ഒരു സെക്കൻഡേ. കിട്ടിയോ? പറഞ്ഞോളൂ. 5 കിട്ടി. 5 പറഞ്ഞോളൂ. 5 കിട്ടിയെന്ന് കാണുമ്പോ അപ്പൊ നമുക്ക് പറയാം അല്ലെ. ബാക്കി ആർക്കെങ്കിലും അതിൽ കൂടുതൽ കിട്ടിയോ? ഒന്ന് ആ പൂവ്, റെഡ്. ഓക്കെ, 3 ഉണ്ട്. ഇവിടെ 2 ഉള്ളൂ അല്ലെ. പിന്നെ വാലിന്റെ അവിടെ ഉള്ള ഒരു പൂവ്, വെള്ളപ്പൂവ്. ഓക്കെ. പിന്നെ ഒരു കിളി മുകളിൽ പറക്കണതിൽ 2 ഒരെണ്ണത്തിൽ 1 ഉള്ളൂ. ഓക്കെ ഓക്കെ. പിന്നെ ജെറ്റിന്റെ ലെഫ്റ്റ് സൈഡിലെ ലൈൻ അല്ലേ. ഓക്കെ. പിന്നെ കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. അയ്യോ, ജസ്റ്റ് ഒരു സെക്കൻഡ്. സോറി കേട്ടോ. എനിക്ക് ഓർമ്മ വരണത്. ഓക്കെ, ഇപ്പൊ കിട്ടാത്തതൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയോ? റെഡ് റൗണ്ട്. റെഡ് അതല്ല, മേഘത്തിന്റെ ഷേപ്പ് മാറ്റം രണ്ടിലും ഡിഫറൻസ് ഉണ്ട്. ദെൻ
ഫ്ലൈറ്റിൽ Red. എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ നോക്കൂ. റെഡ് റൗണ്ട് വ്യത്യാസം. ഫ്ലൈറ്റിലെ ആ ഒരു ഈ വിൻഡോന്റെ കുറവ്. ഒരു Okay, വിൻഡോന്റെ പിന്നെ ക്യാപിറ്റൽ കുറവ്. ബഡ് എന്ന് എഴുതിയേക്കുന്നതിന്റെ അത് കഴിഞ്ഞിട്ടൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. അത് അത് മറ്റേതിലില്ല. കുറെ പേരെ ശ്രദ്ധേന്ന് വിട്ടുപോയിട്ടുണ്ടാവും അല്ലെ? അതെ. ആ ഓക്കെ ഓക്കെ. Yes. ഞാൻ കണ്ടിരുന്നു അത്. കണ്ടിരുന്നോ? ആ, എന്നാ അതെ. പറയണ്ട വേഗം. അതെ. എന്തായാലും Okay. ഫ്രഷ് നെക്സ്റ്റ് നോക്കിയാലോ എന്നാ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം എന്നല്ലേ അല്ലെ? സൂക്ഷിച്ചു നോക്കിക്കോ, കുറെ സാധനങ്ങളുണ്ടേ. സൂര്യൻ, പിന്നെ ആ. കൈറ്റ് രണ്ടെണ്ണേ ഇപ്പുറത്തെ രണ്ടുണ്ട്, ലെഫ്റ്റ് സൈഡില് ഒന്നേ ഉള്ളൂ. പിന്നെ ആ Okay. ബോട്ടിന്റെ ആ വഞ്ചിയില് ഒരെണ്ണം യെല്ലോ ഒരെണ്ണം പേർപ്പിൾ ആണ്. പിന്നെ ആ സീല് കൊടുത്തിരിക്കുന്ന എന്തോ ഉണ്ടല്ലോ, ആ വേവ്സ് ലെഫ്റ്റ് സൈഡിൽ രണ്ടേ ഉള്ളൂ, റൈറ്റില് 3 ഉണ്ട്. പിന്നെ അതിന്റെ താഴെ എന്താണ് ആ മണലിൽ കൊടുത്തിരിക്കുന്ന ആ പായാണെന്ന് തോന്നുന്നു. അതിന്റെ ഡിസൈൻ വേറെയാണ്. പിന്നെ ഐസ്ക്രീം ലെഫ്റ്റ് സൈഡിൽ ഒന്നേ ഉള്ളൂ, റൈറ്റ് സൈഡിൽ 2 ഉണ്ട്. പിന്നെ പിന്നെന്തോ ഞാൻ കണ്ടിരുന്നല്ലോ. അല്ല, ഇപ്പൊ 6 ആയോ? ആ അതേ ഉള്ളൂ, അത്രയല്ലേ ഉള്ളൂ. അത്രയുള്ള 7 ഉണ്ട്. 7 ഉണ്ടോ? 7 ഉണ്ടോ? ഏതാണ് അൽഫോൻസ? അല്ല, എനിക്ക് അറിയിട്ടുള്ളൂ മാഡം, 7 ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. ആണോ? എനിക്ക് ഓക്കെ. ഞാനും ഈ രണ്ട് പറഞ്ഞതേ കൈ- ഉള്ളൂ. ആരെ കിട്ടിയില്ല. രണ്ട് Okay, കൈറ്റ് ഈ ഇതിന്, സൈഡിൽ അങ്ങേ സൈഡിൽ ഒരു കൂടുതൽ അത് കൈറ്റ്. പറഞ്ഞു. ആഡ് ചെയ്യാനുണ്ടോ? അതെ, ഏഴെണ്ണം. ഇതിൽ കൂടുതൽ ആരെങ്കിലും നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? ദിവ്യ എന്തായാലും പിന്നെ teacher ഒരെണ്ണോടെ ഉണ്ട്. തെളിയിച്ചേട്ടോ. പറയാത്ത ഒരെണ്ണം ഒരെണ്ണോടെ ഉണ്ട്. ഇങ്ങേ സൈഡിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു ലൈറ്റ് ഉണ്ട്, മറ്റേ റൈറ്റ് സൈഡിൽ ആ ബൾബ് ഇല്ല. ആ ചെരുപ്പിന്റെ സൈഡായിട്ട് ഒരു ആ. ഫോക്കസ് ലൈറ്റ് പോലെ ഒരു ലൈറ്റ്. ആ ഇല്ല, അത് നമ്മുടെ അത് സൗണ്ടിന്റെയാണ്. അത് ഇമേജിൽ സ്പീക്കറല്ലേ? സ്പീക്കറിന്റെ ആണല്ലോ, അത് അതിലല്ല. സൗണ്ടിന്റെയാണ്. ഓക്കെ സൗണ്ടിന്റെ ഓക്കെ ഓക്കെ. സ്പീക്കറിന്റെ. ഓക്കെ ഓക്കെ, ഓൾ റൈറ്റ്. നമുക്ക് നോക്കാം, answer ഇനി അല്ലേ? പറഞ്ഞൊക്കെ കറക്റ്റ് ആണോന്നല്ലേ? നോക്കാം. ഓക്കെ. സൺ കറക്റ്റ് ആണ്. ദെൻ ആ ഒരു കൈറ്റിന്റെ ഭാഗം കറക്റ്റ് ആണ്. കൈറ്റ് കറക്റ്റ് ആണ്. ആ ഈ പറഞ്ഞ ബോട്ട് കറക്റ്റ് ആണ്. Colour മാറ്റ് change. കറക്റ്റ് ആണ്. കറക്റ്റ് ആണ്. ദെൻ എന്താണ്, ഐസ്ക്രീം ഒരെണ്ണം കറക്റ്റ് ആണ്. ഐസ്ക്രീം രണ്ടെണ്ണം. ടോട്ടൽ 6 തന്നെ കിട്ടിയിട്ടുള്ളൂ. Yes. അതെ, ദിവ്യ 6 കറക്റ്റ് ആണ് കേട്ടോ ദിവ്യ. ദേവ് ഓക്കെ, നെക്സ്റ്റ് പോവാം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഫുൾ ഗ്രീൻ ആണ് കേട്ടോ, സൂക്ഷിച്ചു നോക്കണേ. ആ മൂവില് പറയുന്ന പോലെ സൂക്ഷിച്ചു നോക്കേണ്ടത് ഉണ്ണി, ഇത് ഞാനല്ല. ഓക്കെ ഓക്കെ, അതിര മാം സൗണ്ട് ടൈമർ ഇടാം. ഇടാ അല്ലെ. ഞാൻ ഇവർക്കൊരു നോക്കുന്നതിനുള്ള ഒരു ഡിസ്റ്റർബൻസ് വേണ്ടെന്നുള്ള രീതിക്ക് ഓഫ് ചെയ്തതാണ്. ഞാൻ ഒരു കോൺസെൻട്രേഷൻ പോകണ്ട എന്നുള്ള. കിട്ടിയോ? 5 എണ്ണം കിട്ടി. 4 എണ്ണം കിട്ടി. 5 എണ്ണം കിട്ടിയത് 5 എണ്ണം കിട്ടിയിട്ടുണ്ട്. 4 കിട്ടിയിട്ടുണ്ടല്ലേ? ഓക്കെ, ഇപ്രാവശ്യം നമുക്ക് മധുവിന് ചാൻസ് കൊടുക്കാം അല്ലെ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ദിവ്യക്കല്ലേ കൊടുത്തത്. ഓക്കെ, ഒന്നാ മറ്റേ ബോക്സിന്റെ ഉള്ളിൽ ബ്രൗൺ കളർ സാധനം. ആ, okay. ലെങ്ത് Size ഡിഫറൻസ്. difference.
അല്ലേ? ഷഷ്ടി ഓക്കെ ഓക്കെ രണ്ടിന്റെയും ബാക്ക്ഗ്രൗണ്ട് പൂവുകൾക്ക് കളർ വ്യത്യാസമുണ്ട്. ഓക്കെ ഓക്കെ ആ, അഞ്ച്. പിന്നെ ആ ഒന്ന് നാരങ്ങയാണ്, ഒന്ന് രണ്ട് ആപ്പിളാണ്. ഓക്കെ ഓക്കെ പിന്നെ ആ താഴെ കാണുന്ന എന്തായാലും ചെറിയ എന്താ ചെറി. അത് അതിൽ ഒരെണ്ണത്തിൽ 4 ഇതിൽ 3. ഓക്കെ പിന്നെ ഒരെണ്ണത്തിന്റെ ആ സ്പേസ് പൊസിഷൻ ചേഞ്ച് ഉണ്ട് മുകളിൽ. ആ പച്ചയും ചുമപ്പൊക്കെ ത്രെഡിന്റെ അപ്പുറത്ത്. അതെ, അത് ഡിഫറെന്റ് പൊസിഷൻ ചേഞ്ച്. ഒന്നാ ലോഫിന്റെ ബാക്കിലാണ്, ഒന്നാ ഓക്കെ 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 ഇനി ആർക്കെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? പിന്നെ ആ മോളിലില്ലേ അതന്നെ ആകാശമാണോ? അത് ഇപ്പുറത്തെ സൈഡിൽ ഇച്ചിരി മുകളിലും ഇപ്പുറത്തെ സൈഡിൽ ഇച്ചിരി താഴെയും അല്ലേ? ആണോ? ഭയങ്കരമുണ്ട്. അല്ലല്ലോ, അത് സെയിം ആണല്ലോ. സെയിം Same ആണ്, അതെ, പക്ഷെ same. വരുമ്പോ Same ഡിഫറൻസ് ആണ്. കാണിക്കുന്നുണ്ട്. അത് രണ്ടിലും സ്ലാൻഡ് ആയിട്ട് ഇങ്ങനെ വരുമ്പോഴുള്ള ആ ഒരു തോന്നലാണ് കേട്ടോ. സെയിം. ഓക്കെ നമുക്ക് നോക്കാം അല്ലെ, ചെക്ക് ചെയ്ത് നോക്കാം പറഞ്ഞതൊക്കെ കറക്റ്റ് ആണോ? ഓക്കെ നോക്കാം അല്ലേ? നോക്കാം. ഇത്രേ ഉള്ളൂ അല്ലേ? അതെ കറക്റ്റ് ആണ്. ഒബ്സർവേഷൻ സ്കിൽ മധുവിന് അത്യാവശ്യം ഉണ്ട്. അപ്പൊ എന്തായാലും ചെറുതിൽ നല്ലോണം കളിച്ചിട്ടുണ്ട്. ബാലരമയും പാലഭൂമിയും ഒക്കെ വായിച്ചിട്ടുണ്ട്. വായിച്ചിട്ടുണ്ട്. ഞാനിപ്പോഴും കളിച്ചോണ്ടിരിക്കുക. എനിക്ക് ഒരു 6 വയസ്സുള്ള കുട്ടിയുണ്ട്, അതുകൊണ്ട് ഇപ്പോഴും കളിച്ചോണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ചും കൂടി കുട്ടിയാവുന്നു അല്ലേ? വളരെ നല്ല കാര്യം. ഇത്രയും വലിയ ടെൻഷൻസിന്റെ ഈ ജോലി തിരക്കിന്റെ ഒക്കെ ഇടയിൽ ഈ ഒരു മൈൻഡ് സൂക്ഷിക്കാനുള്ള കഴിവുണ്ടല്ലോ. നമുക്ക് ഒരെണ്ണം കൂടി നോക്കാം അല്ലേ? സൗണ്ട് ടൈമർ ഇടാതെ. ഏഴെണ്ണം കിട്ടി. ആർക്കും 7 കിട്ടിയത്? എനിക്ക് 7 കിട്ടി. 7 കിട്ടി. എന്താ പറയും? ഫസ്റ്റത്തെ ഹെലികോപ്റ്റർ, ഓക്കെ പിന്നെ അതിന്റെ താഴെയുള്ള തെങ്ങ്, ഓക്കെ ടെന്റ്, ഓക്കെ പിന്നെ വണ്ടി, ഓക്കെ പിന്നെ ഫ്രൂട്ട് ഗ്രേപ്പും ആപ്പിളും, ഓക്കെ പിന്നെ അതിന്റെ ഇപ്പുറത്ത് ആംഗ്രി ബേർഡിന്റെ ഇങ്ങനെ ചുമന്ന 2 കയ്യോ എന്തോ റെഡ് ബാൻഡ്. ഓക്കെ 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 ഇല്ലേ? അപ്പൊ 7 എണ്ണായില്ലേ? ഓക്കെ ഓക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലെ? അല്ലേ? ബാൻഡ് കറക്റ്റ് ആണ്, വണ്ടി കറക്റ്റ് ആണ്, then tent, തെങ്ങ് ആൻഡ് ഹെലികോപ്റ്റർ അല്ലേ? കറക്റ്റ് ആണല്ലേ? ഓക്കെ 6 റൗണ്ട് ഇട്ടിട്ടില്ല. അതെ 6 ഉള്ളല്ലോ പറഞ്ഞ പോലെ. ഇല്ല, 7 ഉണ്ട്. 7 തെങ്ങും കൂടി വരേണ്ടതാ. ഓപ്പോസിറ്റിൽ അതില്ല. അല്ല അങ്ങനെയല്ല, ഇപ്പഴത്തെ സൈഡിലാണ് റൗണ്ട് ചെയ്യേണ്ടത്. ഒന്നില് തെങ്ങാണ്, അതെ അതാണ് ഡിഫറൻസ്. ബോക്സിന്റെ ഉള്ളില് മാത്രം നോക്കുക കേട്ടോ, ബാക്ക്ഗ്രൗണ്ട് നോക്കരുതേ. ഇല്ല, പക്ഷെ കാറ്റക്സും ഉണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും കാറ്റക്സും ഉണ്ട്. ഒരെണ്ണത്തില് 2 കാറ്റക്സ് ഉണ്ട്, ഒരെണ്ണത്തിൽ 1 കാറ്റക്സേ ഉള്ളൂ. റൈറ്റ് ഓക്കെ, അത് മെൻഷൻ ചെയ്യാൻ മറന്നുപോയി അല്ലേ? ഓക്കെ, സോ 7 ഡിഫറൻസസ് ഉണ്ട്. കറക്റ്റ്. അപ്പൊ നമുക്ക് ഇനി മാം
ഇവരെ നമ്മൾ ഇരുത്തിയിട്ടല്ലേ ഇത്ര നേരം കളിപ്പിച്ചേ. അതെ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇവരെന്തായാലും ഇത്രയും ആക്റ്റീവ് ആണ്. നമ്മുടെ ഗെയിംസ് ഒക്കെ ഇവരുടെ മുന്നിൽ ശരിക്കും പറഞ്ഞാൽ നമ്മള് ട്വിസ്റ്റാന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ ഇവര് ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് ചെയ്തത് അല്ലെ. അതെ അതെ അതെ. ഇവര് ഇപ്പൊ എല്ലാവരും ഇരുന്നിട്ടും അതുപോലെ തന്നെ കുറച്ച് റിലാക്സ്ഡ് ആയി ഇങ്ങനെയൊക്കെ ഇരുന്നിട്ടാണ് നമ്മുടെ പ്രോഗ്രാം നോക്കി കാണുകയാണ്. നമുക്ക് ഇവരെയൊക്കെ ഒന്ന് എണീപ്പിച്ച് നടത്തിയാലോ, ഒന്ന് ഓടിപ്പിച്ചാലോ ഇവരെ? ഓക്കെ, അത് അടിപൊളിയായിരിക്കും അല്ലെ. അടിപൊളിയായിരിക്കും അല്ലെ. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് റെഡി ആയിട്ട് ഇരുന്നോട്ടോ. ഞങ്ങളെ ഓടിപ്പിക്കാൻ പോവാണ്. ഓക്കെ, റെഡി ആണോ? ക്യാമൊക്കെ ഒന്ന് ഓണാക്കി നോക്കട്ടെ. ഇത്ര നേരം ഉണ്ടായിരുന്നവരും കാണാനില്ലല്ലോ. ഓടാൻ പറഞ്ഞപ്പോ എനിക്ക് ഓടല്ലേ പറഞ്ഞിട്ട് ഓടാം. വെയിറ്റ് ചെയ്യോ, നമ്മൾക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, വെറുതെ ഓടല്ല. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഗെയിമാണ് ഗ്രാബ് ആൻഡ് റൺ. അതായത് എന്ത് ചെയ്യണം, നിങ്ങളത് എടുത്തിട്ട് ഇങ്ങോട്ട് ഓടി വരണം അല്ലേ. നമ്മളിവിടെ സ്ക്രീനില് കുറച്ച് സാധനങ്ങൾ കാണിക്കും. അത് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ കിട്ടാവുന്ന സാധനങ്ങൾ തന്നെയായിരിക്കും. അത് വേഗം എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ നമ്മളെ കാണിക്കാം. ഓക്കെ, അപ്പൊ മാക്സിമം ക്യാം ഓണാക്കാൻ പറ്റുന്നവർ ഒന്ന് ഓണാക്കി വെക്കുക കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? നമുക്ക് തുടങ്ങാം. ഓക്കെ, ഈവനിങ് എക്സസൈസ് ഒക്കെ മിസ്സായവര് എക്സസൈസ് ചെയ്യാൻ റെഡി ആവുക അല്ലെ. അതെ, ഫോണൊക്കെ വെച്ചിട്ട് ഓടണേ. ഫോണൊന്ന് വീണാ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ഒരു സേഫ് ആയിട്ട് വെച്ചിട്ട്. ഓക്കെ, ഒരു ടേബിളിലോ എവിടെയെങ്കിലും ഒന്ന് സേഫ് ആക്കി വെച്ചിട്ട് വേണം ഓടാൻ. ഓക്കെ ഓക്കെ ഓക്കെ, റെഡി അല്ലേ? മാം ഓടുന്നത് കാണിക്കണം. വേണ്ട 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 വേണ്ട, വന്ന് കാണിച്ചാൽ മതി. കാരണം എല്ലാവരും ഭയങ്കര വെറുതെ ഓടല്ല കേട്ടോ. അതെ, നമ്മൾ ഓടാൻ പറഞ്ഞു മാത്രം. അത് പെട്ടെന്ന് ആരാണ് ഫസ്റ്റ് കൊണ്ടുവരുന്നത് അതാണല്ലോ നമ്മുടെ ഗെയിം. അതിനാണ് കേട്ടോ. ആര് ഫസ്റ്റ് കുറച്ച് ഒബ്ജക്ട്സ് നമ്മൾ കാണിച്ചു തരും സ്ക്രീനിൽ. ആ ഒബ്ജക്ട്സ് നിങ്ങളുടെ സറൗണ്ടിങ്സ് പോയിട്ട് എടുത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ ഈ സാധനമാണെന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരണം. നമ്മൾ ആ മൂവിയിൽ പറയില്ല, ഉണ്ണിയേട്ടൻ ഫസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ഇങ്ങോട്ട് ഇങ്ങനെ വരിക. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, തുടങ്ങാം. റെഡിയാണോ എല്ലാവരും? റെഡിയാണോ? ഇല്ലേ, ഫോണൊക്കെ പ്ലേ ചെയ്തില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, സോ ഹിയർ കംസ് ദ ഫസ്റ്റ് ഒബ്ജക്ട്. ഭയങ്കര എളുപ്പമായിരിക്കും. എല്ലാവരും എനിക്ക് കൂടെ ബുക്കൊക്കെ വെച്ചിന്ന് പഠിക്കായിരുന്നവരാണ്. കണ്ട, ഞാൻ പറഞ്ഞില്ലേ. പുതിയ ബുക്ക് സെറ്റ് ചെയ്ത് അൽഫോൺസ ലെക്ചർ നോട്ട് എഴുതാൻ ഇരുന്നതായിരുന്നു പാവം. ഓക്കെ, കിട്ടിയ എല്ലാവർക്കും ബുക്ക്? മധുവിന്റെ കയ്യില് സെയിം പിങ്ക് കളർ ബുക്ക് തന്നെ ഉണ്ട്. മധു, അത് ബുക്കിന് പകരം പെട്ടെന്ന് കൈ കിട്ടിയിട്ട് നോട്ടാണ്. കാണിക്കാം. ഇതിപ്പോ ഇവരെ ഇന്ന് ക്ലാസ് ആണെന്ന് പറഞ്ഞിട്ട് ബുക്ക് എടുത്തിരുന്നവരാണ്. നമുക്ക് കുറച്ച് ഒരു വെറൈറ്റി ഒബ്ജക്റ്റ് ആവട്ടെ. അതെ. Okay, here comes the next object. ചായ പിടിച്ച കപ്പൊക്കെ എടുത്തിട്ട് പോരെ. എന്റെ കയ്യിൽ ഇവിടെ ഉണ്ട്. ആര് കൊണ്ടുവരും? എന്റെ കയ്യിലുണ്ട്, മഞ്ഞ അല്ലെന്നേ ഉള്ളൂ. കപ്പായാ മതി കേട്ടോ. കളർ വേണമെന്നില്ല കേട്ടോ, ഏതായാലും മതി. ഉണ്ട്. കണ്ടില്ലേ? എവിടെ കണ്ടില്ല? ഒരു റെഡ് അല്ലേ, സൈഡ് മാത്രമേ കാണുന്നുള്ളൂ. സൈഡ് നമുക്ക് കാണുന്നുള്ളൂ. ഓക്കെ, കണ്ടോ? ദിവ്യ വന്നല്ലോ കപ്പായിട്ട്. എടുത്തു വന്നേ. അൽഫോൺസി ഒരു പിങ്ക്. ആഹാ, കളർഫുൾ ആണ്. എല്ലാവരുടെ കയ്യിലും ഇനി നെക്സ്റ്റ് നോക്കാം അല്ലെ. ബാക്കിയുള്ളവരൊന്നും ഇല്ലേ ഇവിടെ? ഇവര് മാത്രം ഭയങ്കര ആക്റ്റീവായി നിൽക്കുന്നു. അശ്വിൻ വീട്ടിലല്ലേ? വീട്ടിലല്ല, ഹോസ്റ്റലില്ല. അവിടെ കപ്പ് കിട്ടൂല. ഹോസ്റ്റലില് കപ്പില്ലേ? ഇല്ല. ഓക്കെ ഇനി നോക്കാട്ടോ അടുത്തത്. ഇനി കുറച്ച് ബുദ്ധിപരമായിട്ട് നോക്കാം അല്ലേ? അതെ. Have something that has button. തന്നെ നീങ്ങി ഷർട്ട് എടുത്ത് കാണിച്ചിരിക്കുകയാണ് നമ്മളെ. എന്തായാലും പാവം ഹോസ്റ്റലിലൊക്കെ ആയതുകൊണ്ട് തിരിച്ചു കൊടുക്കാം.
ഓക്കെ, ആരെങ്കിലും വെറൈറ്റി ആയിട്ട് കൊണ്ടുവരുന്നുണ്ടോ നോക്കട്ടെ. ഷർട്ട് നമ്മളിപ്പോ എല്ലാവരും കണ്ടു, എന്തെങ്കിലും ഒരു വെറൈറ്റി. മധു എന്താണ് കാണിക്കുന്ന? ഒബ്ജക്റ്റ് കാണുന്നില്ല കേട്ടോ. നമുക്ക് ഒബ്ജക്റ്റ് കാണുന്നില്ല. ഓ, ലാമ്പ് ആണോ? ഓ, ലാമ്പിന്റെ ബട്ടൺ ഉണ്ടാവല്ലോ, സ്വിച്ച്. വെരി ഗുഡ്, ഒരു വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും അശ്വിന്റെ പ്രസൻസ് ഓഫ് മൈൻഡ് നമ്മൾ സമ്മതിക്കണം. ആള് പറഞ്ഞ വഴിക്ക് തന്നെ ഷർട്ട് നമുക്ക് കാണിച്ചു തന്നു. അതെ അതെ. ഓക്കെ, ഇനി നെക്സ്റ്റ്. റൈറ്റ്. ദിവ്യ ടീച്ചറുടെ കയ്യിൽ ഉണ്ടായിരുന്നു ഓൾറെഡി. കുട്ടികളെ കയറ്റിറക്കി വെക്കുന്ന സാധനമായിരുന്നു അല്ലേ? ദിവ്യക്കുണ്ട്, ദിവ്യക്ക്. ഇതില്ലെങ്കിൽ തീർന്നു. അത് കാണിക്കുന്നുണ്ട്. ഇനി വേറെ ആർക്കെങ്കിലും കൊണ്ടുവരാനുണ്ടോ? ഇല്ല, കൈകളിലൊന്നുമില്ല. ഓക്കെ ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ഇനി നോക്കാം അല്ലേ? Made in wood. Made in wood. ടേബിള്. ഇത് കാണിച്ചു തന്നാലും മതി കേട്ടോ. ഷോ ചെയ്താ മതി, കൊണ്ടുവരണം എന്നില്ല. ടേബിള് ടേബിള്. ഓക്കെ, മധുവിന്റെ ബെഡാണോ? ബെഡ്. ഓക്കെ, ദിവ്യ എന്തോ വെറൈറ്റി സാധനമായിട്ട് വന്നിട്ടുണ്ട്. കളിപ്പാട്ടാണോ? മ്യൂട്ടാണല്ലോ. മ്യൂട്ടാണെടാ. ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടിയതാ ഒരു മനസ്സിലായി. പെൻ സ്റ്റാൻഡ് പോലെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരുന്ന. ഓക്കെ, നൈസ് നൈസ്. ഓക്കെ, വെറൈറ്റി ഉണ്ടല്ലേ അപ്പൊ? ഞാൻ പോലും വിളിച്ചിട്ട് മൈദിയുടെ ഫോണ്. ഓക്കെ, എല്ലാവർക്കും ജീവിക്കാൻ പറ്റാത്ത ഒരു സാധനം. എങ്ങാനും എടുക്കാൻ മറന്നാൽ ഇതില്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത സാധനം. അത് കയ്യിലുണ്ട്. ഓക്കെ, ചാർജ് തീർന്നാ കുത്താൻ വേണ്ടി കൊണ്ടുവന്നിട്ട് ഓൾറെഡി ഉണ്ട് കയ്യില്. വെരി ഗുഡ്. ഓക്കെ ഓക്കെ. ആതിര മാം, പഴയ കാലത്ത് നമ്മള് ഹസ്ബൻഡിനോടും വൈഫിനോടും കിഡ്സിനോടും ഒക്കെ യു ആർ മൈ ലൈഫ്. ഇപ്പൊ നമ്മള് ചാർജറിനോടാണ് യു ആർ മൈ ലൈഫ്. സൈന വന്നല്ലോ. ഓക്കെ, ഇതാണല്ലോ എല്ലാവരുടെയും ലൈഫ് അല്ല. അല്ലേ? ഓക്കെ ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ഗ്രാബ് സംതിങ് റെഡ് ഇൻ കളർ. മൈ ഫ്ലാസ്ക്. ഓ, ഫുള്ള് റെഡ് ആണ്. മധുവിന്റെ കയ്യിൽ എല്ലാ സാധനവും ഉണ്ട്. ഓക്കെ, റെഡ് കപ്പ്. ഓക്കെ, റെഡ് ബോക്സ്. ഷൈന. ഓക്കെ, ദിവ്യന്റെ കണ്ടു. അശ്വിന്റെ കണ്ടു. അൽഫോൺസ് അല്ലേ, പോയോ? എന്റെ ഫ്ലാസ്ക് റെഡാ. ഫ്ലാസ്ക് റെഡ് ആണ്. ഓക്കെ ഓക്കെ, ക്യാമറ ഓഫ് ചെയ്യണ്ട കേട്ടോ, ഓൺ ആക്കി തന്നെ വെച്ചോളൂ. പിന്നെ ഓൺ ആക്കി ഓഫ് ആക്കി ബുദ്ധിമുട്ടാവണ്ട. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. റെഡി ആണോ എല്ലാവരും? ആൻഡ് ഗോ. വെള്ളം വേണമെന്നില്ല കേട്ടോ. ഫ്ലാസ്ക് ഉണ്ട്. യെസ് യെസ് യെസ്, കണ്ടു. ജഗ് ആയാലും മതിയോ? ജഗ് അല്ല, വാട്ടർ ബോട്ടിൽ ആണ്. ഇത് വാട്ടർ ബോട്ടിലാണ്, കണ്ടില്ലേ? കണ്ടു. അശ്വിൻ, വാട്ടർ ബോട്ടിൽ ഇല്ലേ? അങ്ങനെ ക്യാമറ ഓഫ് ചെയ്യണ്ട, അങ്ങനെ വെച്ചോ. ഇതിലിപ്പോ ഞാൻ വെള്ളമാണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യത്തിന് കുടിക്കാൻ. ഓക്കെ ഫൈൻ, വാട്ടർ ബോട്ടിൽ. ഓക്കെ, അപ്പൊ എല്ലാവരുടെ അടുത്തുണ്ട് അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ഓക്കെ, ഒരു 6 റൂമിലാണ്. സ്കെച്ച് റൂമിലുണ്ട്, പക്ഷെ ഞാൻ സ്കെച്ച് ഇരിക്കുന്നത്. സ്കെച്ച് ആണോ? ഓക്കെ ഓക്കെ ഓക്കെ, ഇനി ആർക്കെങ്കിലും കാണിക്കാനുണ്ടോ സ്കെച്ച്? അശ്വിൻ വിഷമിക്കണ്ട, നമുക്ക് വീട്ടിലിറങ്ങി കുറച്ചും കൂടി പൊളിക്കായിരുന്നു അല്ലേ?
എനിക്ക് റൂമിലുണ്ട്. ഞാൻ ഇരിക്കുന്നത് സ്റ്റഡി ഹാളിലാണ്. അതുകൊണ്ട് ആ എനിക്ക് ദിവ്യ പ്രൈമറി സ്കൂൾ ടീച്ചർ ആണെന്ന് അറിയാനുണ്ട് അല്ലേ? എല്ലാം ഉണ്ട് കയ്യില്. എല്ലാം ഉണ്ട് കയ്യില്. അതെ ഓക്കെ, ഇനി ഉണ്ട് നെക്സ്റ്റ് നോക്കാം. ഓ, ഓക്കെ, അച്ഛി. ആ അശ്വിന്റെ അടുത്ത് ഒന്നുമില്ലെങ്കിലും കത്തിയുണ്ട്. അതെ, എന്തിനാണിത് കയ്യില് വെച്ചിരിക്കുന്നത്? സേഫ്റ്റി പിൻ. ഓക്കെ, വെരി ഗുഡ്. അത് ഓക്കെ ഓക്കെ ഒരു ആ വെറൈറ്റി മതി ആയിരുന്നു. മതി. ഓക്കെ, ദിവ്യ കത്തി എടുക്കാൻ പോയിട്ട് കിട്ടിയില്ലേ? കാര്യമുണ്ട്. സൂചി ഞാൻ സൂചി. ഓക്കെ, അടുക്കളയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സേഫ്റ്റി പിൻ. സേഫ്റ്റി പിൻ. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ഗെയിംസ് ക്ലോസ് ചെയ്യാം അല്ലേ? യെസ് യെസ്. ഓക്കെ, ഓൾ റൈറ്റ്. സോ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഫസ്റ്റ് ഓറിയന്റേഷൻ സെഷൻ? ഇതുപോലെ 8 സെഷൻസ് വരാനുണ്ട്. ബട്ട് ഇത് വളരെ ഇൻഫോർമൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇത്ര ഇൻഫോർമൽ ആയിട്ട് അടിച്ചു പൊളിച്ച ഒരു ഫൺ ഗെയിം ആക്കിയത്. അങ്ങനെ ഓക്കെ, എല്ലാവരും ഒന്ന് ഫീഡ്ബാക്സ് പറയാമോ? മ്യൂട്ടിലാണ്. ഇൻട്രസ്റ്റിംഗ് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ മുകളിലാണ്. ഓൾ റൈറ്റ്. ഇനി വേറെ ആരാ പറയുന്ന? It was very interesting. Also, it was a good അതെ അല്ലേ? ചിന്തിക്കാനുള്ളതുണ്ടായിരുന്നു, മെമ്മറൈസ് ചെയ്യാനുള്ളതുണ്ടായിരുന്നു, കണ്ടുപിടിക്കാനുള്ളതുണ്ട്. അപ്പൊ ഞങ്ങളുടെ ക്ലാസ്സുകളിലേക്ക് എൻട്രി ചെയ്യുന്നതിന് മുമ്പ് ഇതൊക്കെ ഉണ്ടാകും എന്നുള്ളൊരു ഒരു സൂചന പോലെ. എക്സലന്റ്. ഓരോ ഐറ്റംസും ഞങ്ങൾക്ക് അപരിചിതമായതിനെ പരിചയപ്പെടുത്തി തന്നു. അതേസമയം ഞങ്ങള് കോൺസെൻട്രേഷനോട് കൂടി ആ 5 കാര്യം കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ലൊരു മൈൻഡ് കീപ്പ് ചെയ്യാൻ പറ്റിയ, ഞങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റി. പിന്നെ എല്ലാവരും വളരെ ഫാസ്റ്റ് ആയിരുന്നു, നല്ല ഫാസ്റ്റ് ആയിരുന്നു, വെരി ക്വിക്ക് ആൻഡ് റെസ്പോണ്ട്. ഓക്കെ, എനിക്ക് സ്പെഷ്യലി മെറീനനെ അപ്രിഷിയേറ്റ് ചെയ്യാനുണ്ട്. ബിക്കോസ് ക്യാമറ ഓൺ ചെയ്യാൻ പറ്റാത്ത നെറ്റ്വർക്ക് ഇഷ്യൂ ആയിട്ട് വരെ ആള് വളരെ ആക്റ്റീവ് ആയിട്ടാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ല ആതിര മാം? ഓടിപ്പോയിട്ട് അല്ലേ, ആളുടെ ഒരു ഡെഡിക്കേഷൻ കാണുന്നില്ല എന്ന് അറിഞ്ഞിട്ട് പോലും നമ്മുടെ കൂടെ കൂടാനുള്ള ഒരു ആഗ്രഹമായിരുന്നു അത്. എന്തായാലും അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. എല്ലാവരും ഈ പറഞ്ഞ പോലെ കുറച്ച് പേര് ഒഴിച്ച് ബാക്കി എല്ലാവരും ഭയങ്കര ആക്റ്റീവ് ആയിട്ട് തന്നെയായിരുന്നു നിന്നിരുന്നത്. പെട്ടെന്ന് എടുക്കാനും ആ ഒരു കുട്ടിയാവാനൊക്കെ ഒരു ഇഷ്ടം കൊണ്ടും ഈ പറഞ്ഞ പോലെ എല്ലാവരും നല്ല രസമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ എഫേർട്ടിന് വളരെ നന്ദി. നല്ലതായിരുന്നു മാഡംസ്. പ്രതീക്ഷയും നല്ലതായിരുന്നു. ഹലോ മാം. മാം സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇന്നൊക്കെ കുട്ടികൾക്ക് കൂടി ഇതുപോലെ ഈ ലാസ്റ്റ് കളിച്ച കളി കൊള്ളാട്ടോ. എന്റെ കുട്ടികൾക്ക് കൂടി അവർക്ക് ഇഷ്ടപ്പെടും. പിന്നെ മാം എനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ? ഞാൻ ഇതല്ല ഞാൻ പ്രതീക്ഷിച്ച. ഞാൻ ലേറ്റ് ആവുകയും ചെയ്തു. എന്തോ അവിടെ എന്തൊക്കെയോ പഠിപ്പിച്ചു കഴിഞ്ഞു കാണുമല്ലോ എന്നുള്ള വെപ്രാളത്തിലാണ് ഞാൻ ഇവിടെ മീറ്റിംഗിൽ വന്നത്. പക്ഷെ ഡിഫറെന്റ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് മാം. നല്ലതായിരുന്നു. നല്ലൊരു ഈവനിങ് ആയി, ചേഞ്ച് ആയി. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച് ദിവ്യ. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പം ഞങ്ങൾക്കും വളരെ എന്താ പറയാ സന്തോഷം, എക്സൈറ്റ്മെന്റ് ഒക്കെ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു ഇന്ന്. എനിക്ക് സ്പെഷ്യലി പറയാനുള്ളത്, മിഷേൽ മാം വരാൻ വളരെ എക്സൈറ്റഡ് ആൻഡ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി മിഷേൽ മാമിന് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഷോർട്ട് നോട്ടീസിൽ ആതിര മാം ജോയിൻ ചെയ്തതിൽ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഓക്കെ, എനിക്കും ഇവരെല്ലാവരെയും കാണാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷം. നമുക്ക് ഇനി ഇങ്ങനെ റെയർ ആയിട്ടല്ലേ നിങ്ങളെയൊക്കെ കാണാൻ കിട്ടുള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഒരു 2 വർഷത്തെ PG വളരെ ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കാവ്യ മാമും മിഷേൽ മാമും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. എല്ലാവിധ സപ്പോർട്ടും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കും. അവരോടും അതേപോലെ നിങ്ങൾക്ക് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് നിങ്ങളും വളരെ കൃത്യമായി ചെയ്തുകൊണ്ട് 2 കൂട്ടരും കൂടി മുന്നോട്ട് കൊണ്ടുപോയിട്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ച ആ ഒരു മാസ്റ്റർ ഡിഗ്രി നിങ്ങൾ അച്ചീവ് ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ എന്തായാലും വളരെയധികം സന്തോഷം എല്ലാവരെയും കണ്ടതിൽ കേട്ടോ. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ബാക്കിയുള്ള 7 സെഷൻസും കൂടെ എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾക്ക് ടൈമും ഇതും ലിങ്കും ഒക്കെ കാര്യങ്ങൾ മെസ്സേജ് ആയിട്ട് വരും. ഇവർക്കൊരു ആക്ഷൻ ടാസ്ക് ഉണ്ടല്ലോ. ിലേക്ക് ഞാൻ വരികയാണ്. അപ്പം ബാക്കിയുള്ള സെഷൻസ് ഇതേപോലെ ആക്റ്റീവ് ആയിട്ട് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നാളത്തെ നെക്സ്റ്റ് വരാൻ പോകുന്ന സെഷനിൽ നിങ്ങൾ ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലും സ്റ്റുഡൻസിനും കാണാൻ പോവുകയാണ്.
അപ്പം നല്ല ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള സെഷൻ ആയിട്ട് മാറും. അത് കുറച്ചുകൂടെ ആൾക്കാർ കൂടുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് മാറും. ഓക്കെ, അപ്പം ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞ എനിക്ക് പ്രൗഡ് ഫീൽ ചെയ്യാം. പറ്റും മാം, ഇവരെല്ലാവരും അങ്ങനെയാണ്. ഇന്ന് മനസ്സിലായി എനിക്കത്. ഓക്കെ, അതെ അതെ, ഓഫ് കോഴ്സ്. ഇനി നമുക്ക് ആക്ഷൻ ടാസ്ക് ഉണ്ട്. ആക്ഷൻ ടാസ്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ആക്ഷൻ ടാസ്ക് ഓഫ് ദ ഡേ. അപ്പൊ ഓരോ ഓറിയന്റേഷൻ ക്ലാസ് കഴിയുന്നതിന്റെ കൂടെ ഒരു ആക്ഷൻ ടാസ്ക് നിങ്ങൾക്ക് നമ്മൾ സെൻഡ് ചെയ്യും. നിങ്ങൾക്ക് വാട്സാപ്പിൽ വരും. ഓക്കെ, മിഷൽ മാമിന്റെ സ്റ്റുഡൻസിന് ചിലപ്പം ഇന്നോ നാളെയോ ആയിട്ട് എന്തായാലും മിഷൽ മാം അത് ഷെയർ ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്ഷൻ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതേപോലെ നിങ്ങൾ നെക്സ്റ്റ് ഓറിയന്റേഷൻ സെഷന്റെ മുൻപായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ മെന്റേഴ്സിന് കൊടുക്കാം. സോ ദിസ് ഈസ് നിങ്ങളുടെ ഇതിൽ കൊടുത്ത ഇൻസ്ട്രക്ഷൻസ് വായിക്കാം. നിങ്ങളുടെ പേര്, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, പ്ലേസ്, സ്ട്രെങ്ത് ആൻഡ് ഹോബീസ്, പിന്നെ ജോബ് ചെയ്യുന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടെ എടുത്തിട്ട് ഒരു ബ്രീഫ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ട് സെൻഡ് ചെയ്യാം കേട്ടോ. എഴുതിയിട്ട് സെൻഡ് ചെയ്യുക. ഇതിൽ എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട് താഴെ. ഇനി നിങ്ങളുടെ ഡ്യൂട്ടി എന്താന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് റിസീവ് ആവുന്നതിന്റെ കൂടെ നിങ്ങൾ ഇത് എഴുതി ഫില്ല് ചെയ്തിട്ട് നമുക്ക് മെന്റേഴ്സിന്, അതായതായിട്ടുള്ള മെന്റേഴ്സിന്, എന്റെ സ്റ്റുഡൻസ് ആണെങ്കിൽ എനിക്ക്, മിഷൽ മാമിന്റെ സ്റ്റുഡൻസ് ആണെങ്കിൽ മിഷൽ മാമിന് അത് സെൻഡ് ചെയ്ത് കൊടുക്കാം.